നമസ്കാരം. ഉള്ളൂരിൽ വൃദ്ധയെ കെട്ടിയിട്ട് വായിൽ തുണി തിരുകി സ്വർണം മോഷ്ടിച്ചു. കഴിഞ്ഞ ദിവസമാണ് വലിയൊരു മോഷണ ശ്രമം നടന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പ്രതിയെ മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയിരിക്കുകയാണ്. വയോധികയുടെ വീടിനടുത്ത് ചേർന്ന് കിടക്കുന്ന ബേക്കറി ജീവനക്കാരനായിട്ടുള്ള മധു എന്ന ആളാണ് സംഭവത്തിൽ പോലീസിന്റെ പിടിയിലായത്. ആക്കുളം സ്വദേശി മധു രാത്രി തന്നെ പോലീസിന്റെ പിടിയിലാകുകയായിരുന്നു. ഇയാൾ വൃദ്ധ താമസിക്കുന്നതിന് സമീപത്തെ ബേക്കറിയിലെ തൊഴിലാളിയാണ് എന്നാണ് വിവരം. ഇയാൾ തനിച്ച് വൃദ്ധ താമസിക്കുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കുകയും അതുകൊണ്ടാണ് ഇത്തരമൊരു മോഷണം നടത്താൻ ശ്രമിച്ചത് എന്നതും വ്യക്തമായിട്ടുണ്ട്. വയോധികയുടെ വായിൽ തുണി തിരികെ ശബ്ദം പുറത്തുവരാത്ത രീതിയിൽ കെട്ടുകയും അതിനുശേഷം അവിടെയുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നുകളയാനും ശ്രമിക്കുകയായിരുന്നു. ഏകദേശം 1.5 പവൻ മാലയും അരപ്പവന്റെ മോതിരവുമാണ് പ്രതി കവർന്നെടുക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30യോടെയാണ് മോഷണം നടന്നതായിട്ടുള്ള സൂചന. എന്നാൽ പോലീസ് ഈ മോഷണ വിവരം അറിയുന്നത് വൈകുന്നേരം ഏകദേശം 6:30ക്കാണ്. മോഷ്ടിച്ച ആഭരണം ഇയാൾ ചാലയിലെത്തി വിൽക്കുകയും ചെയ്തു എന്നാണ് വിവരം. പണം മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയ പ്രതി പുലർച്ചെയോടെയാണ് ഈ സംഭവങ്ങളൊക്കെ, അതായത് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. കടയും വീടും ഒരേ കെട്ടിടത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതേസമയത്ത് ഇത്തരത്തിൽ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മോഷണങ്ങൾ സജീവമായി വരുന്നൊരു സാഹചര്യമാണ്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ആറ്റുകാൽ പൊങ്കാല സമയത്തും ഇതേ രീതിയിൽ മറ്റൊരു വീട്ടിലും വലിയൊരു മോഷണം തന്നെ നടന്നിരുന്നു. 2 വൃദ്ധകൾ താമസിക്കുന്ന ഒരു വീട്ടിൽ, ആറ്റുകാലിന്റെ ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു വീട്ടിൽ ഈ പറയുന്നത് പോലെ ഒരു 2 പേർ സർവേ എടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു വരുന്നു. അവിടെ നിന്ന് സ്വർണവും പണവും ഒക്കെ മോഷ്ടിച്ച് കടന്നു കളയാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള മോഷണങ്ങൾ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തിനേറെ പറയുന്നു, തലസ്ഥാനത്ത് പോലീസ് നിയന്ത്രണത്തിലുള്ള ഇടങ്ങളിൽ പോലും വലിയ മോഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ. കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം പൂജപ്പുര ജയിലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഫ്രീഡം ഫുഡ് ഫാക്ടറിയുടെ ഭാഗമായിട്ടുള്ള കഫ്റ്റീരിയ എന്ന് പറയുന്ന സ്ഥാപനത്തിലും വലിയൊരു മോഷണമാണ് നടന്നത്. ഏകദേശം 4 ലക്ഷത്തോളം രൂപയാണ് അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടത്. കഫ്റ്റീരിയ അല്ലെങ്കിൽ ഫ്രീഡം ഫുഡ് ഫാക്ടറിയുടെ ആ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് അവിടെയുള്ള പ്രിസണേഴ്സ്, അതായത് അവിടെയുള്ള കുറ്റവാളികളിൽ നല്ല നടപ്പിനൊക്കെ പേരുകെട്ട ആളുകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവരാണ് അവിടെ പലപ്പോഴും കുക്കായിട്ടും അതുപോലെ തന്നെ അവിടെ ഫുഡ് വിതരണം ചെയ്യാനൊക്കെ നിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിനാണ് 4 ലക്ഷം രൂപ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. കേരള പോലീസിനെ തന്നെ ഒന്നടങ്കം നാണം കെടുത്തുന്ന ഒരു വിഷയമാണ് കഫ്റ്റീരിയയിലെ എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം പൂജപ്പുര ജയിലിനോട് തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥാപനമാണ് അത് എന്നുള്ളതാണ്. പോലീസിന്റെ നിരീക്ഷണങ്ങൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പോലീസ് നിരീക്ഷണത്തിലുള്ള AI ക്യാമറകളും മറ്റു ക്യാമറകളും ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്തരത്തിലുള്ള പോലീസിന്റെ ജയിൽ സംവിധാനങ്ങൾ ഒക്കെ എന്ന് പറയുന്നത്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് 4 ലക്ഷം രൂപ ഇത് സൂക്ഷിച്ചിരുന്ന ഓഫീസ് മുറിയുടെ താക്കോൽ സൂക്ഷിച്ച ഒരു പെട്ടി, അത് ചില്ല് പെട്ടി തകർത്ത് ആ പറയുന്ന ഇത് സൂക്ഷിച്ച ഓഫീസിന്റെ താക്കോൽ എടുക്കുന്നു. അതിനുശേഷം ഇയാൾ തിരികെ ഓഫീസിലേക്ക് എത്തി ഓഫീസിൽ നിന്നുണ്ടായിരുന്ന 4 ലക്ഷം രൂപ കവർന്നെടുക്കുകയുമായിരുന്നു. ഈ കഫ്റ്റീരിയയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പണം ഇവിടെ നിയമപരമായിട്ട് ചില ഇടങ്ങളിൽ അടയ്ക്കേണ്ടതുണ്ട്. അത് അടയ്ക്കുന്നതിന് തൊട്ട് തലേ ദിവസമാണ് ഈ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതേ സമയത്ത് ഈ സ്ഥാപനത്തിൽ CCTV ദൃശ്യങ്ങൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ CCTV പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പല CCTV ഡമ്മികളായി മാത്രം നിൽക്കുന്ന ഒരു സ്ഥലമാണ് അത് എന്ന് കഴിഞ്ഞ ദിവസം ഈ ഒരു മോഷണ വാർത്ത പുറത്തു വന്നപ്പോഴാണ് പലരും അറിഞ്ഞത്. എന്തായാലും പോലീസിനെ നാണം കെടുത്തുന്ന തരത്തിലാണ് അത്തരമൊരു മോഷണം നടന്നിരിക്കുന്നത്. കാരണം പോലീസ് വലയത്തിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ഈ CCTVകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആരോ ഒരാൾ മോഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ വിഷയം വിവാദമായതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇതിനൊരു ന്യായീകരണമായി പറയുന്നത്, അവിടെ പ്രിസണേഴ്സ് ആണ് പ്രധാനമായിട്ടും ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് പുറത്തു കടന്നിട്ടുള്ള അല്ലെങ്കിൽ
അവിടെ നിന്ന് ജയിൽ ശിക്ഷ തീർന്ന് രക്ഷപ്പെട്ടിട്ടുള്ള അവിടുത്തെ സിസ്റ്റം ക്യാമറയടക്കം പ്രവർത്തിക്കുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഏതെങ്കിലും കുറ്റവാളികൾ തന്നെയായിരിക്കണം ഈ പണം മോഷ്ടിച്ചിട്ടുണ്ടാകുക എന്നുള്ള വിലയിരുത്തലിലേക്കാണ് പോലീസ് എത്തുന്നത്. അതേസമയം ഈ ഒരു വിഷയത്തിൽ ജനങ്ങൾ പറയുന്നത് പോലീസിന്റെ അറിവില്ലാതെ ഇത്തരം ഒരു മോഷണം നടക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഈ പണം പോയിരിക്കുന്നത് ഒരു പക്ഷേ അവരുടെ ഇടയിലേക്ക് തന്നെ ആയിരിക്കാം എന്നുള്ള സംശയങ്ങളാണ് പൊതുജനത്തിൽ നിന്ന് വരുന്ന സംശയം. എന്തായാലും ഇത്തരത്തിൽ അതിഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് തലസ്ഥാന നഗരിയിൽ നടക്കുന്നത്. പോലീസ് സംവിധാനങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള മോഷണങ്ങൾ നടക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് സാധാരണക്കാർക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടാകുക എന്നുള്ളതൊരു ചോദ്യമാണ്. ആ ഒരു ചോദ്യത്തെ സാധൂകരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിന്ന് പുറത്തു വന്നത്. വൃദ്ധ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു, അവരുടെ സാഹചര്യം മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് മധു എന്ന് പറയുന്ന ആ വീട്ടിന്റെ തൊട്ട് സമീപത്ത് കട നടത്തുന്ന ആൾ അവിടേക്ക് എത്തുന്നു. ആ വൃദ്ധയുടെ വായിൽ തുണി തിരുകി അവിടെ ഉണ്ടായിരുന്ന സ്വർണം മോഷ്ടിച്ച് കടന്നു കളയാൻ ശ്രമിക്കുന്നു. എന്തായാലും പോലീസിന്റെ ഇടപെടൽ കൊണ്ട് തന്നെ വൃദ്ധയ്ക്ക് ഒന്നും തന്നെ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല വൃദ്ധയുടെ ഈ പറയുന്ന സ്വർണം അത് തിരികെ ലഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് സൂചന. ഏറെ വൈകിട്ടാണെങ്കിലും പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്.